ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ചില ഭാഗങ്ങളിൽ താൽക്കാലിക മാറ്റങ്ങളും നേരിയ തോതിൽ ശബ്ദ വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം എന്ന മുന്നറിയിപ്പുമായി അധികൃതർ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് യാത്രക്കാർക്ക് മുൻകരുതൽ നിർദ്ദേശം നൽകിയത്. US, ഇസ്രായേൽ, ഇറാൻ സംഘർഷ പശ്ചാത്തലത്തിലുണ്ടായ പ്രതിസന്ധികൾക്ക് ശേഷം വ്യോമഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നവീകരണം. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ഒന്നാം ടെർമിനലിൽ വിപുലമായ നവീകരണ ജോലികൾ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. എന്നാൽ യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കാനും സേവനങ്ങൾ സുഗമമായി ഉറപ്പാക്കാനും പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ഒന്നാം ടെർമിനലിലേക്കുള്ള പ്രവേശന പാലത്തിന്റെ പ്രധാന നവീകരണ ജോലികൾ പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ നവീകരണ ഘട്ടത്തിലേക്ക് വിമാനത്താവളം കടന്നിരിക്കുന്നത്. പാലത്തിന്റെ ശേഷി 20% വർദ്ധിപ്പിക്കാൻ ഈ നവീകരണത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ തിരക്കേറിയ സമയങ്ങളിൽ പാലത്തിന്റെ ശേഷി പരമാവധിയിൽ എത്തിയതിനെ തുടർന്നാണ് വികസന ജോലികൾ നടത്തിയത്. മേഖലയിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ തുടർന്ന് താൽക്കാലികമായി ഏർപ്പെടുത്തിയിരുന്ന വ്യോമപാത നിയന്ത്രണങ്ങൾ പിൻവലിച്ചതോടെ ദുബായ് വിമാനത്താവളം പൂർണ്ണ സജ്ജീകരണങ്ങളിലേക്ക് മടങ്ങിവരുന്ന ഘട്ടത്തിലാണ് പുതിയ വികസന പ്രവർത്തനങ്ങൾ. പ്രതിദിന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും വിമാന കമ്പനികൾക്ക് പഴയ സമയക്രമം പുനഃസ്ഥാപിക്കാനും നിലവിൽ സാധിക്കുന്നുണ്ട്. അയൽ രാജ്യങ്ങളുടെ വ്യോമപാതകളുടെ ലഭ്യതയ്ക്കനുസരിച്ച് സർവീസുകൾ ക്രമീകരിക്കാനും വിമാന സർവീസുകളുടെ ഒഴുക്ക് സുഗമമാക്കാനുള്ള ഏകോപനം തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. വിമാനങ്ങൾ, യാത്രക്കാർ, എയർക്രൂ എന്നിവയുടെ സുരക്ഷ മുൻനിർത്തി ഫെബ്രുവരി 28-നാണ് UAE തങ്ങളുടെ വ്യോമപാത ഭാഗികമായി അടച്ചത്. തുടർന്ന് മെയ് 2-ഓടെ വ്യോമപാതയിലെ എല്ലാ താൽക്കാലിക നിയന്ത്രണങ്ങളും പൂർണ്ണമായി നീക്കിയിരുന്നു.